എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. കഴിഞ്ഞ ദിവസം 2 കേക്ക് ഉണ്ടാക്കി. രണ്ടും ബെൽജിയം ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഒന്നൊരു ഫോട്ടോ പ്രിൻ്റ് ആയിരുന്നു, റിയൽ മാൻഡ്രിഡ് തീം വെച്ചിട്ട് ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കും, അതുപോലെ ഹണി ബീ തീം വെച്ചിട്ട് ഹണി ബീസിനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ളൊരു കേക്കും. ആദ്യം നമ്മൾ കേക്ക് ബേസിൽ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് തലേ ദിവസം ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ട് ആദ്യം ഒരു ക്രം കോട്ടടിച്ച് വയ്ക്കും. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ശ്രീകുമാരേൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. ശ്രീകുമാരേട്ടൻ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ സ്കൂൾ കാലം മുതൽ ഒന്നിച്ച് പഠിച്ച് പ്രീ ഡിഗ്രി വരെ ഒന്നിച്ച് പഠിച്ചിട്ട് ഉള്ള കൂട്ടുകാരനാണ്. അപ്പോൾ ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തു നിന്നാണ്. അപ്പം ഇവർ വീണ്ടും റീയൂണിയൻ ചേർന്നതിന് ശേഷം വീണ്ടും ഇവരുടെ കൂട്ട് റിന്യൂ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തു നിന്നാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്. കേക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര പാഷനാണ്. എൻ്റെ ഫ്രണ്ട് അശ്വതി ഉണ്ടാക്കുന്നത് കണ്ടാണ് കേക്ക് ഉണ്ടാക്കാനുള്ള ആഗ്രഹം വന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ദീപയുടെ അടുത്ത് പോയി നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അതിനു മുമ്പ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ട്രയലൊക്കെ നടത്തുമായിരുന്നു. പക്ഷേ കുറേയും കൂടിയും നല്ല ടേസ്റ്റിയും നല്ല പെർഫെക്റ്റായിട്ടും കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് ദീപയുടെ അടുത്ത് പോയപ്പോഴാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള പൗഡേഴ്സ് യൂസ് ചെയ്ത് കേക്ക് ഉണ്ടാക്കണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കേക്ക് ആ ഒരു റേറ്റിനൊക്കെ കിട്ടുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടും. നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ചിലവ് വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു പ്രൊഡക്റ്റ് എപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ആ ചെയ്ത വർക്കിന് ഏറ്റവും ഭയങ്കര നമുക്ക് സന്തോഷം തോന്നുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് ആഘോഷിച്ചത്. ശരിക്കും 2 ദിവസമാണ്, പക്ഷെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ആഘോഷിക്കാനായിട്ട് അവരങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് അവർക്കൊരു ദിവസം തന്നെ രണ്ടും കൂടി ആഘോഷിക്കാനായിട്ട് പറ്റി. പിന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുക, അതൊരു പാഷനായിട്ട് എടുക്കുക. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് വരും. എന്തും നമുക്ക് പ്രാക്ടീസും കണ്ടിന്യൂസ് ഹാർഡ് വർക്കും നമ്മൾ അതിൻ്റെ ഒരു വിജയത്തിലോട്ട് എത്തിക്കും. ഞാൻ ഓൾറെഡി ഒരു വർക്കിംഗ് വുമണാണ്. ഇത് എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്. ഇതങ്ങനെ ഒരു വലിയ വരുമാനമായിട്ടോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ സന്തോഷമായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കിട്ടുന്ന സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.